അതിരപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷനിൽ കാട്ടാന. ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പോലീസ് സ്റ്റേഷനിൽ ആന എത്തുന്നതിന് ദൃശ്യങ്ങൾ 24-ന് കിട്ടി. തൃശൂർ പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിക്കുകയും ചെയ്തു. പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവയും ഇറങ്ങി. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്ന അതിനു മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് എന്താണ് ഗണപതി അതിരപ്പള്ളി അല്ലേ? സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗണപതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്തിനാണ്? ഈ പാലപ്പള്ളി മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഈ ഗണപതിയാണോ? അല്ലല്ലോ, വേറെ അല്ലേ? രണ്ടും രണ്ട് സ്ഥലങ്ങളാണ് കാശ്മീർ. അതിരപ്പള്ളിയും പാലപ്പള്ളിയും വലിയ വന്യജീവി ആക്രമണ ഭീതിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത്. രാവിലെ 7:30യോടുകൂടിയാണ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ ഗണപതി എത്തുന്നത്. ഗണപതി എത്തി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ തെങ്ങിൽ നിന്ന് ഇളനീരും കുടിച്ച് അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൻ്റെ പട്ടയും തിന്നാണ് ഈ ആന അവിടെ നിന്ന് മടങ്ങിയത്. പോലീസ് ഇടപെട്ട് ഈ ആന അവിടെ നിന്ന് തുരത്തുകയായിരുന്നു. തൊട്ടടുത്ത എണ്ണപ്പരത്തോട്ടമുണ്ട്, എണ്ണപ്പരത്തോട്ടത്തിലേക്ക് കയറി ചാലക്കുടി പുഴയിലേക്ക് ആന പോവുകയും ചെയ്തു. പക്ഷേ അതിരപ്പള്ളിയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ മറ്റൊരിടത്ത് വെറ്റിലപ്പാറ 14, 15 തുടങ്ങിയും ജനവാസ മേഖലയിൽ ഈ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശമാണ് ഈ രാവിലെ 8:30 വരെ ഈ ആനകൾ വരുത്തിയത്. പിന്നീട് ജനങ്ങൾ ഇടപെട്ട് തന്നെ ഈ ആനയെ തുരത്തി. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ വെറ്റിലപ്പാറ നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പാലപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കടുവ ഭീതിയും അതോടൊപ്പം തന്നെ കാട്ടാന ഭീതിയും ഒരുപോലെ അലയടിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 6:30യോടുകൂടിയാണ് ഈ പാലപ്പള്ളി KFRAക്ക് സമീപം റോഡ് മുറിച്ചു കിടക്കുന്ന കടുവയെ നാട്ടുകാർ കണ്ടത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം മലയോര മേഖലകൾ ഈ പറഞ്ഞ പ്രാണഭയത്തിന്റെ ആദ്യയുടെ ദിവസങ്ങൾ തന്നെയാണ്. കാര്യത്തിൽ തർക്കവുമില്ല. നമ്മൾ ഇന്നലെയും നമുക്ക് അത് കാണുന്നുണ്ട്.